ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്നെന്നാ പരിപാടി എന്നല്ലേ, ഇന്ന് ഇച്ചിരി അയലമീൻ കിട്ടിയിട്ടുണ്ട്. മീൻ നാടൻ കറി അയലമീൻ. അപ്പോൾ ആ മീനെ നമുക്ക് കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്താലോ? ബ്ലാക്ക് പെപ്പറാക്കി വറ്റിച്ചെടുക്കാം. അത് നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ആ കറി വെക്കുന്ന റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? ഓക്കെ, കറി വെക്കാൻ പോകാം. അപ്പോഴേ നമുക്ക് ബ്ലാക്ക് പെപ്പർ പൊടി ഇട്ട് മീൻ കറി വെക്കുന്നതിന് ആവശ്യമായ ഇതൊന്ന് ചതച്ചെടുക്കണം. പക്ഷേ ഞങ്ങൾക്കിവിടെ ചെറിയുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങളിവിടെ ഒരു കുഞ്ഞ് സവോളയാണ് ഇട്ടത്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ടേ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു. ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. പക്ഷെ ഞങ്ങൾ കേരളത്തിലൊക്കെ പോകുമ്പോഴാണ് ഇച്ചിരി ചെറിയുള്ളിയൊക്കെ മേടിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ചെറിയുള്ളി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതൊരു മീൻ കറിക്കാണേലും വലിയുള്ളി ചേർക്കുന്നതിലും നല്ലത് ചെറിയുള്ളി ചേർക്കുന്നതാണ്. അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം കുറച്ചുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ ചതയ്ക്കാനെടുത്ത കൂട്ടത്തിൽ ഒരു 5-8 അല്ലി, ഒരു 8-9 അല്ലി ഉണ്ടെന്ന് തോന്നുന്നു, വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇതാ കേട്ടോ. അയലമീൻ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മൾ എന്നാ ചെയ്യുന്നത്, കുറച്ച് കുരുമുളക് പൊടി ഇടാൻ പോവാണ്. കുരുമുളക് പൊടി നമുക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ. അത് കാരണം കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി തിരുമ്മി വെക്കണം കുറച്ച് സമയം. ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ കൂട്ടി തിരുമ്മി വെക്കണം. ഇതിനെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് തിരുമ്മി വെക്കണം. നമ്മുടെ ചട്ടി ചൂടായി, ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അത് വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചത് മതി. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്കിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചക്കുത്തും പച്ചമണവും ഒക്കെ ഒന്ന് പോകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിത് വഴറ്റി അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇടുവാണ്. 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാൻ പോവുകയാണ്. ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മൂപ്പിക്കാൻ പോവുകയാണ്. ഇതൊന്ന് പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടണം. പച്ചക്കുത്ത് മാറി ഇതിനെ നമുക്ക് മാങ്ങി വെക്കാം. ആയി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മളെന്നാ ചെയ്യുന്നത്, ഇതിനകത്ത് വാളംപുളിയാണ് ചേർക്കുന്നത്. വാളംപുളി ചേർക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഇച്ചിരി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ പുളിവെള്ളം ചേർത്തു. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പിടുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. കുരുമുളക് മീൻകറി ആയത് കാരണം പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നതിനകത്ത് ഇളക്കുന്നു. ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ചു. അതിനകത്തോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിക്കണം. ഒന്നുകൂടെ ഇളക്കി തിളപ്പിക്കണം. അപ്പോൾ ഒന്നുകൂടെ തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു. അതിനകത്തോട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം പറക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം തേച്ച് വെച്ചിട്ടില്ലായിരുന്നു, ഉപ്പും എല്ലാം കൂടി ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണത്തിന് പറക്കി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങോട്ട് നീങ്ങി കിടക്കാൻ എല്ലാവരും ഇവിടെ കിടന്ന് ഇനി ചെറിയ തീക്കകത്ത് നമുക്ക്
വേവിച്ചെടുക്കാം. ഈ കറിക്ക് നമ്മൾ അധികം ഗ്രേവി ഉണ്ടാക്കത്തില്ല. അപ്പം ഇത് ചെറിയ തീ കിടന്ന് ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതൊന്ന് വേകട്ടെ അവിടെ കിടന്ന്. അത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം പാകത്തിനാണോ എന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ മൂടി വെച്ചൊന്ന് ഇത് മെല്ലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട മീൻകറി ഇവിടെ റെഡിയായി. നല്ലപോലെ പറ്റിയിട്ടുണ്ട്. നല്ല കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു ലാസ്റ്റ് ഒരിച്ചിരി സ്റ്റൗ ഓഫ് ആക്കുന്നതിന് മുമ്പ് ഒരിത്തിരി കുരുമുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഒരു ശകലം കൂടെ, ഒരു ഡെക്കറേഷൻ പോലെ. അവസാനമായിട്ട് നമുക്ക് എന്നാ ചെയ്യണം? പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി എന്ത് ചെയ്യും? ഇനി ആ കറി അവിടെ ഇരുന്ന് സ്റ്റവിൻ്റെ ചൂടടിച്ചും ചട്ടിയുടെ ചൂടടിച്ചും അത് കുറുകി വരും. കുറുകി വന്നു കഴിയുമ്പം നല്ലതായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. എന്തോ നമ്മുടെ പെപ്പർ ഇട്ട്, അതായത് കുരുമുളക് ഇട്ട് വെച്ച മീൻകറി എങ്ങനെയുണ്ടെന്ന് തിന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറ. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ വെറൈറ്റി മീൻകറി എങ്ങനെയുണ്ടെന്ന്. ചൂടും സൂപ്പർ. സൂപ്പറാ? എങ്ങനെയുണ്ട് കുരുമുളക് ഇട്ട മീൻകറി? എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ. കൊള്ളാവോ? എരിവെല്ലാം പാകത്തിനാണോ? പെപ്പറിന്റെ ടേസ്റ്റ് നല്ലതാണോ? നമ്മുടെ പെപ്പർ ഇട്ട ഈ മീൻകറി, അതായത് കുരുമുളക് ഇട്ട മീൻകറി എങ്ങനെ വേണേലും പറയാം. ആ കറിയും കൂടെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞങ്ങൾക്ക് ഒരു ബെൽ ബട്ടൺ അമർത്തി വിടുക. പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.